പേജ് നമ്പർ 82 ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും അതുപോലെ തന്നെ ആ രണ്ട് നമ്പേഴ്സിന്റെയും ഡിഫറൻസും നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടുക, ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറയ്ക്കുക, അതിനുശേഷം അവയുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എക്സ് വൈ എന്ന് രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ വലിയ സംഖ്യയെ നമ്മൾ എക്സ് എന്ന് എടുത്തു, ചെറിയ സംഖ്യ നമ്മൾ വൈ എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടുക, ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും അല്ലേ? എങ്ങനെയാ? എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ നമ്പേഴ്സിനെ എക്സ് എന്നും വൈ എന്നും എടുത്തു, സംഖ്യകളെ എക്സ് എന്നും വൈ എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വലിയ സംഖ്യ, നമ്മൾ വലിയ സംഖ്യയെ എക്സ് എന്നാണ് എടുത്തേക്കുന്നത്, അതുപോലെ ചെറിയ സംഖ്യയെ വൈ എന്നുമാണ് എടുത്തേക്കുന്നത്. വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടി ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറച്ചാൽ അതിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടി ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറച്ചാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ്? നമ്മുടെ ഒറിജിനൽ സംഖ്യകളുടെ പ്രോഡക്റ്റ് മൈനസ് ആ സംഖ്യകളുടെ ഡിഫറൻസ് -1. ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? നമുക്കിവിടെ ക്വസ്റ്റ്യനകത്തിൽ പ്രോഡക്റ്റ് തന്നിട്ടുണ്ടല്ലോ, എക്സ് വൈ തന്നിട്ടുണ്ടല്ലേ. എക്സ് വൈ എത്രയാണ്? നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്, അതാണ് എക്സ് വൈ. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 713 അല്ലേ. അടുത്തത് എന്താ തന്നേക്കുന്നത്? എക്സിന്റെയും വൈയുടെയും ഡിഫറൻസ് ആണല്ലേ. ഡിഫറൻസ് എത്രയാണ്? 8 ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ടിട്ട് കൊടുക്കാമല്ലോ. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1. വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടി ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഉള്ള പ്രോഡക്റ്റ് ആണ്. എന്തൊക്കെയാണ്? എക്സ് വൈ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 713. അടുത്ത എന്തോ സൈൻ? മൈനസ്. അടുത്ത എന്താ നമ്മൾ എഴുതുന്നത്? ഇവയുടെ ഡിഫറൻസ് ആണല്ലേ. ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 8 മൈനസ് 1. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 713 മൈനസ് 8. 713 8 പോകുമ്പോൾ എത്ര കിട്ടും? 705 കിട്ടും അല്ലേ. 705 മൈനസ് 1 704 കിട്ടും. അപ്പോൾ വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടി ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറച്ചാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് 704. ആ ക്വസ്റ്റ്യൻ്റെ തന്നെ രണ്ടാമത്തെ പാർട്ടി പറയുന്നത് വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറച്ച് ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ അതിന്റെ പ്രോഡക്റ്റ് എത്രയായിരിക്കും എന്നാണ്. നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറച്ച് ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ ഇക്വേഷൻ എന്താണ്? ഒറിജിനൽ സംഖ്യയുടെ പ്രോഡക്റ്റ് പ്ലസ് അതിന്റെ ഡിഫറൻസ്, അതായത് ഒറിജിനൽ സംഖ്യയുടെ ഡിഫറൻസ് -1 എന്നായിരിക്കും അല്ലേ. നമുക്ക് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ക്വസ്റ്റ്യനകത്തിൽ 713 എന്നാണ്. അതിന്റെ ഡിഫറൻസും തന്നിട്ടുണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8 -1. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 713 പ്ലസ് അതിന്റെ ഡിഫറൻസ് 8 -1. എങ്ങനെ ചെയ്യും? 713 പ്ലസ് 8 എത്രയാണ്? 721 അല്ലേ. 721 ഒന്ന് കുറയ്ക്കുമ്പോൾ 720. ഇതാണ് രണ്ടാമത്തേന്റെ ആൻസർ. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുവാണ്. വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടി ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എഴുതുന്നത് എങ്ങനെയാണ്? ഒറിജിനൽ നമ്പറിന്റെ പ്രോഡക്റ്റ് മൈനസ് ആ നമ്പറിന്റെ ഡിഫറൻസ് -1 എന്നായിരിക്കും. അതേപോലെ തന്നെ വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറച്ച് ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയാലോ ആ സംഖ്യയുടെ പ്രോഡക്റ്റ്, ആ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ നമ്പർ, നമ്മൾ എടുക്കുന്ന നമ്പർ, ആ ഒറിജിനൽ നമ്പറിന്റെ പ്രോഡക്റ്റ് പ്ലസ് ആ ഒറിജിനൽ നമ്പറിന്റെ ഡിഫറൻസ് -1 എന്നായിരിക്കും. ഇവിടെ മൈനസും ഇവിടെ പ്ലസും വരും, ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റിനെ നമ്മൾ എക്സ് ഇൻറ്റു വൈ എന്ന് എടുത്തു. അതിന്റെ വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടുക, ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറയ്ക്കുക. അതിനുശേഷം അതിന് കിട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, എന്താണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 അല്ലെ. ആ ഒരു പ്രോഡക്റ്റും ഈ ഒരു പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. റിലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റിൽ നിന്നും 5 കുറയ്ക്കുന്നതായിരിക്കും ഏത്? ഇതിന്റെ വലിയ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടുമ്പോഴും ചെറിയ സംഖ്യയുടെ കൂടെ ഒന്ന് കുറയ്ക്കുമ്പോഴും കിട്ടുന്ന പ്രോഡക്റ്റ്. അതായത് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നമ്പർ ആണ്. ഒറിജിനൽ നമ്പറിന്റെ പ്രോഡക്റ്റിൽ നിന്നും 5 കുറയ്ക്കുന്നതായിരിക്കും ഇതിന്റെ പ്രോഡക്റ്റ് എന്നാണ് ഒന്നാമത്തെ സെന്റൻസിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റിനെ ഞാൻ ഈ റൈറ്റ് സൈഡുമായിട്ടാണ് ഇത് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം എക്സ് വൈ -5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് വൈ നിന്നും 5 കുറയ്ക്കുന്നതാണ് എന്ത്? എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ -1.
മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റിൽ നിന്നും 5 കുറയ്ക്കുന്നതായിരിക്കും എന്ത്? ഇതിലെ വലിയ സംഖ്യയുടെ കൂടെ 1 കൂട്ടുകയും ചെറിയ സംഖ്യയുടെ കൂടെ 1 കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിന് പകരം റൈറ്റ് സൈഡിനെയാണ് ഇക്വേറ്റ് ചെയ്തത്. ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ടിടത്തും XY ഉണ്ടല്ലേ, രണ്ടിടത്തും സെയിം സൈൻ ആണ്. ഈക്വൽ സൈൻ അപ്പുറവും ഇപ്പുറവും സെയിം സൈനായിട്ട് സെയിം നമ്പർ വരുവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ. അല്ലെങ്കിൽ ഈ XYയെ നമ്മൾ ഇപ്പുറത്തോട്ട് അങ്ങ് ആക്കുക. ഇപ്പുറത്തോട്ടാക്കിയാലും ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് വരും. അപ്പോൾ ഇത് പ്ലസ് ആണ്, ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആണ്. മൈനസും പ്ലസും കൂടെ ക്യാൻസൽ ആയി പോവല്ലോ. ഈക്വൽ സൈഡിന് അപ്പുറത്തും ഇപ്പുറത്തും സെയിം സൈനുള്ള സെയിം നമ്പർ വരുവാണെങ്കിൽ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ XYയെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അടുത്തതായിട്ട് വേരിയബിൾസിനെ എല്ലാം നമുക്ക് ഒരു സൈഡിലേക്ക് ആക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, -Xഉം +Yയും ഉണ്ട്. അതേപോലെ തന്നെ നമ്പേഴ്സിനെ എല്ലാം അപ്പുറത്തെ സൈഡിലും ആക്കാം. അപ്പോൾ -X ലെഫ്റ്റിലോട്ട് വരുമ്പോൾ ഈക്വൽ സൈഡിന് ഇപ്പുറത്തോട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താവും? +X ആയിട്ട് മാറും. അതേപോലെ തന്നെ +Y ഇപ്പുറത്തോട്ട് വരുമ്പോഴോ -Y ആയിട്ട് മാറും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആരുണ്ട്? -1 ഉണ്ടല്ലേ. ആ -1ന്റെ അടുത്തോട്ട് ആരാ വരുന്നത്? ഇവിടുത്തെ -5 ആണ് വരുന്നത്. ഈ -5 ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? +5 ആയിട്ട് മാറും അല്ലേ. ഇവിടെ നോക്കിയേ, ഒരു മൈനസും ഒരു പ്ലസും ആണല്ലേ. അപ്പൊ റൂൾ എന്താണ്? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈന്. ഇവിടെ വലുത് ഏതാ? 5 ആണ് വലുതല്ലേ. 5ന്ന് ചെറുത് കുറയ്ക്കുക. ചെറുതെന്ന് പറഞ്ഞാൽ -1, അതായത് 1 കുറയ്ക്കുക. 5ന്ന് 1 കുറയ്ക്കുമ്പോൾ 4. അതുപോലെ തന്നെ വലുതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ 5ന്റെ സൈൻ ആണല്ലോ ഇവിടെ കൊടുക്കുന്നത്. 5 അല്ലേ വലുത്. അപ്പൊ 5ന്റെ സൈൻ എന്താണ്? പ്ലസ് ആയതുകൊണ്ട് നമുക്ക് കൊടുക്കണ്ട. മൈനസ് ആയിരുന്നെങ്കിൽ, നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നെഗറ്റീവ് എന്ന് കൊടുക്കണമായിരുന്നു. അപ്പൊ X-Y എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ സെന്റൻസ് എന്തായിരുന്നു? നമ്മുടെ ഒറിജിനൽ പ്രോഡക്റ്റ് എന്താണ്? XY ആണല്ലോ. ഈ XYയുടെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ ഇതിന്റെ പ്രോഡക്റ്റുമായിട്ട് ഈക്വൽ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് XY പ്ലസ് X-Y -1 ഈക്വൽ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ സെന്റൻസിൽ എന്തായിരുന്നു? ഒറിജിനൽ നമ്പറിന്റെ പ്രോഡക്റ്റിന്റെ കൂടെ 5 മൈനസ് ചെയ്യുമ്പോഴാണ് ഏത്? വലിയ സംഖ്യയുടെ കൂടെ 1 കൂട്ടി ചെറിയ സംഖ്യയുടെ കൂടെ 1 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്. അതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. രണ്ടാമത്തെ സെന്റൻസിൽ എന്താ പറഞ്ഞേക്കുന്നത്? വലിയ നമ്പറിന്റെ കൂടെ 1 കുറച്ച് ചെറിയ നമ്പറിന്റെ കൂടെ 1 കൂട്ടി അവയുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് എന്തിനു തുല്യമാണ്? ഒറിജിനൽ പ്രോഡക്റ്റിന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ. അത് നമുക്ക് എടുത്തെഴുതാം. XY പ്ലസ് X-Y -1. XY നമുക്ക് അറിയത്തില്ല, XY എന്ന് തന്നെ കൊടുക്കുക. X-Y ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. X-Y എത്രയാണ്? 4 ആണല്ലേ. 4 - 1. XY +4ഉം -1ഉം അല്ലേ. വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ കൊടുക്കുക. വലുത് 4 ആണ്, 4ന്ന് 1 കുറയ്ക്കുക 3. വലുതിന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ XY +3, അതായത് XY എന്ന് പറയുന്ന ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്. ഒറിജിനൽ പ്രോഡക്റ്റിന്റെ കൂടെ 3 കൂട്ടുന്നതാണ് വലിയ സംഖ്യയുടെ കൂടെ 1 കുറച്ച് ചെറിയ സംഖ്യയുടെ കൂടെ 1 കൂട്ടി അതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ഭാഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 2 സംഖ്യകളിൽ വലുതിനോട് 1 കൂട്ടി ചെറുതിൽ നിന്ന് 1 കുറച്ച് അതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 540 എന്ന് കിട്ടും. വലുതിനോട് 1 കൂട്ടുക എന്ന് വെച്ചാൽ X+1 അല്ലേ. ചെറുതിനോട് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ Y -1. അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? X+1 ഇൻറ്റു Y -1. അറിയാമല്ലോ. അതെന്ന് പറയുന്നത് 540 ആണ്. അടുത്തതോ, വലിയ നമ്പറിനോട് 1 കുറച്ച് ചെറിയ നമ്പറിനോട് 1 കൂട്ടിയിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പോൾ നമുക്ക് 560 എന്നും കിട്ടി. അപ്പോൾ വലിയ നമ്പറിനോട് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ X-1. ചെറിയ നമ്പറിനോട് 1 കൂട്ടുക എന്ന് പറഞ്ഞാലോ Y+1. അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ X-1 ഇൻറ്റു Y+1 ഈക്വൽ ടു എന്താണ്? 560. അപ്പൊ നോക്കിയേ, ഞാനിവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞ എന്തായിരുന്നു? വലിയ നമ്പറിന്റെ കൂടെ 1 കൂട്ടി ചെറിയ നമ്പറിന്റെ കൂടെ 1 കുറച്ചിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പോൾ 540 എന്ന് കിട്ടി. അപ്പൊ ഇതിനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ നമ്പറിന്റെ പ്രോഡക്റ്റ് മൈനസ് അതിന്റെ ഡിഫറൻസ് -1 ഈക്വൽ ടു 540. അല്ലെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലും മതി. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. രണ്ടാമത്തെ സെന്റൻസിൽ എന്താ പറഞ്ഞേക്കുന്നത്? വലിയ നമ്പറിന്റെ കൂടെ 1 കുറച്ചു ചെറിയ നമ്പറിന്റെ കൂടെ 1 കൂട്ടി അതിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പോൾ 560 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഒറിജിനൽ നമ്പറിന്റെ പ്രോഡക്റ്റ് പ്ലസ്
അതിൻ്റെ ഡിഫറൻസ് -1 എന്ന് കിട്ടി. അത് 560 അതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൊഡക്റ്റ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലേ. എന്താ ചെയ്യുന്നത്? ഈ രണ്ട് ഇക്വേഷനും കൂടെ കൂട്ടിയാൽ മതിയല്ലോ. ഈ രണ്ട് ഇക്വേഷനോട് കൂട്ടുമ്പോൾ നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് കിട്ടും. ഇക്വേഷൻ 1 ഉം 2 കൂടെ നമുക്ക് കൂട്ടി നോക്കാം. xy പ്ലസ് xy എത്രയാണ്? 2xy ആണ് അല്ലേ. രണ്ടും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് 2xy. മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആയി പോവല്ലോ. പ്ലസ് വൈയും മൈനസ് വൈയും അതും ക്യാൻസൽ ആയി പോവും. ഇനി അടുത്ത എന്താണ്? -1ഉം -1ഉം രണ്ട് നെഗറ്റീവ് സംഖ്യകളാണ് അല്ലെ. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ടിനെയും കൂടെ കൂട്ടി വെച്ചിട്ട് അതേ സൈൻ കൊടുക്കും അല്ലെ. കൂട്ടുമ്പോൾ 1 + 1 2 ആണ്. അതേ സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈൻ. ഇനി റൈറ്റ് സൈഡിലും എന്ത് ചെയ്യുക? കൂട്ടുവാണ് അല്ലേ. 0 + 0 0, 6 + 4 10 ആണ്. 0 കൊടുത്തു, 1 കൊടുത്തു. 5 + 5 10, 10 + 1 11. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടിയല്ലോ. ഇനി എന്താണ്? ഈ -2നെ നമുക്ക് അപ്പുറത്തോട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ 2xy = 1100. ഇതങ്ങ് അപ്പുറത്ത് പോകും. ഇത് മൈനസ് ആണ്, ഇത് ഇപ്പുറത്ത് വരുമ്പം പ്ലസ് ആയിട്ട് മാറും. അതായത് 1102 എന്ന് കിട്ടും അല്ലെ. 1102. ഇനി എന്താണ്? xy കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് xy ആണ് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? xy = 1102. 2ഉം xyയും കൂടെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ് അല്ലേ. അപ്പൊ ഇത് ഇപ്പുറത്ത് വരുമ്പം ഡിവിഷൻ ആയിട്ട് മാറും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? അപ്പൊ നമുക്ക് 551 എന്ന് കിട്ടും അല്ലേ. നിങ്ങൾ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് ആണ് അല്ലേ. ഒറിജിനൽ നമ്പറിന്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രോഡക്റ്റ് കിട്ടാൻ നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ആഡ് ചെയ്തെങ്കിൽ ഡിഫറൻസ് കിട്ടാൻ നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും കൂടെ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്കിനി സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ വലിയ ഇക്വേഷനിൽ നിന്ന് ചെറിയ ഇക്വേഷൻ മൈനസ് ചെയ്യാൻ പോവുക. അതായത് 2 - 1. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടെ മുകളിൽ മൈനസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ xy - xy എത്രയാ? xy - xy അല്ലേ. പ്ലസ് xy -xy കൂടെ പോകുമ്പോൾ 0 വരും. ഇനി എന്താണ്? x -(-x) എന്നാണ് അല്ലേ. ഈ രണ്ട് മൈനസ് കൂടെ എന്താവും? പ്ലസ് ആവും. ഈ രണ്ട് മൈനസ് കൂടെ പ്ലസ് ആവും. അപ്പൊ x + x എന്താണ്? 2x. അടുത്ത എന്താണ്? -y -(+y) എന്നാണ് അല്ലേ. ഇവിടെ ഈ മൈനസും ഈ പ്ലസ് കൂടെ ചേരുമ്പോൾ മൈനസ് ആവും. അങ്ങനെയാണെങ്കിൽ -y -y എന്ന് തന്നെ അല്ലേ. അപ്പൊ സെയിം സൈൻ ആണല്ലോ ഇവിടെയും വരുന്നത്. സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുക, അതേ സൈൻ തന്നെ കൊടുക്കുക. അപ്പൊ വൈയും കൂടെ കൂട്ടിയാൽ 2y ആണ്. അതേ സൈൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് സൈൻ കൊടുക്കുക. ഇവിടെ നോക്കിയേ, -1 -(-1) എന്നാണ് അല്ലേ. ഈ രണ്ട് മൈനസ് കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പം -1 + 1 എന്തായിട്ട് മാറും? ക്യാൻസൽ ആയിപ്പോ അല്ലെ. 0 ആയിട്ട് പോകും. = 0 - 0 0, 6 - 4 2, 5 - 5 0. അപ്പൊ എത്ര കിട്ടി ആൻസർ? 20 എന്ന് കിട്ടും. 2 നിന്ന് നമുക്ക് ഈ 2 കോമൺ എടുക്കാമല്ലോ. ഇപ്പൊ 2 കോമൺ എടുക്കുക. 2 × x - y = 20. അതായത് x - y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. ഇതിങ്ങ് ഇപ്പുറത്ത് വരും. അപ്പൊ ഡിവിഷൻ ആവും. 20 / 2 10. അപ്പൊ x - y ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അങ്ങനെ സെക്കൻഡ് പാർട്ടും നമ്മൾ ചെയ്തു. മൂന്നാമത്തെ പാർട്ട് ഒന്ന് നോക്കിയേ. നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണമെങ്കിൽ എന്തെല്ലാം വേണം? x - yയും x + yയും ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പൊ ഈ x + y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? x - y² = x + y² - 4 × xy. ഇത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുള്ളതാ. അപ്പൊ ഇവിടെ നമുക്ക് x - yക്ക് പകരം എന്ത് കൊടുക്കാം? 10 കൊടുക്കാം അല്ലെ. 10ന്റെ സ്ക്വയർ = x + y നമ്മുടെ കയ്യിലില്ല, നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ x + y - 4 × xy എത്രയാണ്? 551 ആണ് അല്ലെ. 551. ഇനി നമുക്ക് x + y² ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കി നമ്പേഴ്സിനെ എന്താണ്? ഈ നമ്പറിന്റെ കൂടെ കൊടുക്കുക അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, 10². ഇത്രയും നമ്പേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ എങ്ങനെ ആവും? അതായത് ഇവിടെ മൈനസ് ആണ്, ഇത് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ്. 4 × 551 = റൈറ്റ് സൈഡിൽ ആരേ ഉള്ളൂ? x + y². ഇവിടെ 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതാമല്ലോ. 2 × 5 എന്ന് നമുക്ക് 10നെ സ്പ്ലിറ്റ് ചെയ്യാം. സ്ക്വയർ അതുപോലെ കൊടുക്കുക. പ്ലസ് 4നെ നമുക്ക് എങ്ങനെ കൊടുക്കാം? 2ന്റെ സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. 2ന്റെ സ്ക്വയർ × 551. അത് നമുക്കൊന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാം. which is equal to x + y² അടുത്ത് നമുക്ക് ഈ സ്ക്വയർ രണ്ടു പേർക്കും കൊടുക്കാം അല്ലെ. 2² × 5² പ്ലസ് 2² × 551 which is equal to x + y².
ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് എന്തോ ഉണ്ട്? 2 സ്ക്വയർ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് രണ്ട് ടേമിൽ നിന്നും ഈ 2 സ്ക്വയറിനെ ഇങ്ങ് പുറത്തെടുക്കാം. 2 സ്ക്വയർ. ഇനി ഇവിടെ ആരേ ഉള്ളൂ? 5ന്റെ സ്ക്വയർ അല്ലേ. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 25 പ്ലസ് ഇവിടെ ആരേ ഉള്ളൂ? 551 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇനി നോക്കിയേ, 2 സ്ക്വയർ അവിടെ കിടക്കട്ടെ. 2 സ്ക്വയർ ഇൻറ്റു ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5 1 6, 5 2 7, 5. അതായത് 576 എന്ന് കിട്ടും അല്ലെ. 576 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. 2 സ്ക്വയർ ഇൻറ്റു 576 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ ആണ്? 576ന്റെ സ്ക്വയർ റൂട്ട് LCM വെച്ച് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? 576നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 288 എന്ന് കിട്ടും അല്ലെ. വീണ്ടും അതിനെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 144 എന്ന് കിട്ടും. 144നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 72 എന്നാണ് കിട്ടുന്നത്. 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36 എന്ന് കിട്ടും. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടും. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 9നെ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇത്രയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് 2 വീതമുള്ള ഓരോ പെയർ ആയിട്ട് എടുക്കാം അല്ലെ. അതായത് 2 എന്ന് പറയുന്നത് ഇവിടെ 2 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരെണ്ണത്തിനെ എടുത്തു. അതുപോലെ തന്നെ അടുത്ത ഒരു പെയറിൽ നിന്നും ഒരെണ്ണത്തിനെ എടുത്തു. ഈ പെയറിൽ നിന്നും ഒരെണ്ണത്തിനെ എടുത്തു. ഈ പെയറിൽ നിന്നും ഒരെണ്ണത്തിനെ എടുത്തു. ഓരോ പെയറിൽ നിന്നും നമ്മൾ ഓരോന്നാണ് എടുത്തേക്കുന്നത്. ഈ എടുത്തേക്കുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ നമുക്കങ്ങ് ഗുണിച്ചു വെച്ചാൽ മതി. അതായത് ഈ 2 4, 4 2 8, 3 24. അപ്പം 576ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 24 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ 24ന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. അടുത്ത നമുക്ക് ഈ 2 സംഖ്യയിൽ നിന്ന് സ്ക്വയർ ഇഞ്ഞ് കോമൺ എടുക്കാമല്ലോ. അതായത് 2 × 24 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇവിടെ രണ്ടിടത്തും സ്ക്വയർ ഉള്ളതുകൊണ്ട് ആ സ്ക്വയർ നമ്മൾ ഇനി കോമൺ എടുത്തേ ഉള്ളൂ. ഇനി 2 × 24 എത്രയാണ്? 2 × 24 എത്രയാണ്? 48 ആണ് അല്ലേ. 48ന്റെ സ്ക്വയർ ആണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇനി നോക്കിയേ, 2 സൈഡിലെ ടേംസിനും എന്തുണ്ട്? സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പൊ സ്ക്വയർ രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ആയിട്ട് പോകും. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 48 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈയും കിട്ടി, എക്സ് മൈനസ് വൈയും കിട്ടി അല്ലേ. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 2 സംഖ്യകളുടെ തുകയും അതേ സംഖ്യകളുടെ വ്യത്യാസവും കൂടി കൂട്ടുന്നതാണ് എന്ത്? വലിയ സംഖ്യയുടെ ട്വൈസ്, ഡബിള് അല്ലെ. അതായത് 2 സംഖ്യകളുടെ സമ്മും അതേ സംഖ്യകളുടെ ഡിഫറൻസും കൂടെ കൂട്ടുന്നതായിരിക്കും എന്ത്? വലിയ സംഖ്യയുടെ ഡബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 48 എന്ന് കൊടുക്കാം അല്ലെ. പ്ലസ് എക്സ് മൈനസ് വൈക്ക് പകരം എന്ത് കൊടുക്കാം? 10 കൊടുക്കാം. അപ്പൊ 48ഉം 10ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 48 + 10 58 ആണല്ലോ. ഈ 58 ആണ് 2x. അതായത് വലിയ സംഖ്യയുടെ ഡബിൾ എന്ന് പറയുന്നത്, ട്വൈസ് എന്ന് പറയുന്നത് 58 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 58 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 29 ആണ് അല്ലെ. 29. ഇനി അടുത്ത് നോക്കിയേ, 2 സംഖ്യകളുടെ തുകയും അതേ സംഖ്യകളുടെ വ്യത്യാസവും കൂടി സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ചെറിയ സംഖ്യയുടെ ട്വൈസ് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഈ 2 സംഖ്യയുടെ സം എന്ത് തന്നെയാണ്? 48 തന്നെയാണ്. കുറയ്ക്കുവാണ്, അപ്പൊ മൈനസ്. അതിന്റെ ഡിഫറൻസ് എത്രയാണ്? 10. 48 - 10 എത്രയാണ്? 38. 38 ആണ് അല്ലേ. ഈ 38 എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ സംഖ്യയുടെ ട്വൈസ് ആയിട്ട് കിട്ടും. അതായത് 2y ആണ് 38. അപ്പൊ y എന്ത് കിട്ടും? y ഈക്വൽ ടു 38 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 19. അപ്പൊ നമുക്ക് x ഈക്വൽ ടു 29 എന്നും y ഈക്വൽ ടു 19 എന്നും കിട്ടി. അപ്പൊ മൂന്നാമത്തെ പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 4ാമത്തെ ക്വസ്റ്റ്യനിൽ 1ാമത്തെ സെന്റൻസിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ചതുരത്തിന്റെ ലെങ്തും ബ്രെഡ്ത്തും നമുക്കറിയാം അല്ലേ. ചതുരത്തിന്റെ ലെങ്തും ബ്രെഡ്ത്തും നമ്മൾ എക്സും വൈയും ആയിട്ട് എടുത്തു. ഈ ലെങ്തിന്റെ കൂടെ ഒരു 3 മീറ്റർ കൂടെ കൂട്ടുക. 3 മീറ്റർ കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലെങ്ത് എത്രയായി? എക്സ് പ്ലസ് 3 ആയി അല്ലേ. അതുപോലെ തന്നെ ബ്രെഡ്ത്തിന്റെ കൂടെ 2 മീറ്റർ കുറച്ചു. 2 മീറ്റർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ y ആയിരുന്നു. അതിന്റെ കൂടെ 2 മീറ്റർ കുറച്ചപ്പോൾ ബാക്കി എത്ര ആയിരിക്കും? y - 2 ആണ്. അപ്പൊ നമുക്ക് പുതുതായിട്ട് ഒരു റെക്ടാങ്കിൾ കിട്ടി. ആ റെക്ടാങ്കിൾ ഞാൻ വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ പുതിയ റെക്ടാങ്കിൾ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ലെങ്ത് 3 മീറ്റർ കൂട്ടി, അതായത് നീളം 3 മീറ്റർ കൂട്ടി, വീതി 2 മീറ്റർ കുറച്ചു, ബ്രെഡ്ത്ത് 2 മീറ്റർ കുറച്ചു. അപ്പോൾ കിട്ടിയ പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഒറിജിനൽ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ആദ്യത്തെ റെക്റ്റാങ്കിൾ എക്സ് ലെങ്തും വൈ ബ്രെഡ്ത്തും ചേർന്ന റെക്റ്റാങ്കിൾ, ആ എക്സ് വൈ എന്ന് പറയുന്ന ഏരിയയെക്കാട്ടിലും, അതായത് ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയയെക്കാട്ടിലും 10 മീറ്റർ സ്ക്വയർ കുറവാണ് രണ്ടാമത് കിട്ടിയ പുതിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സെന്റൻസിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് 3 കൂട്ടി, ലെങ്ത് 3 കൂട്ടുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3, ബ്രെഡ്ത്ത് 2 കുറച്ചു, ബ്രെഡ്ത്ത് 2 കുറച്ചു എന്ന് പറഞ്ഞാൽ y -2. അപ്പോൾ കിട്ടിയ ഇതിന്റെ ഏരിയ ഉണ്ടല്ലോ, ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ റെക്റ്റാങ്കിളിന്റെ ഏരിയയെക്കാട്ടിലും 10 മീറ്റർ സ്ക്വയർ കുറവാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാമല്ലോ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കിട്ടും, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ മൈനസ് അടുത്ത 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 3y പ്ലസ് 3 ഇൻറ്റു -2 മൈനസ് 3 ഇൻറ്റു 2 6 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 10. ഇവിടെ നോക്കി രണ്ട് സൈഡിലും എക്സ് വൈ ഉണ്ടല്ലേ, അതിന്റെ സൈനും സെയിം ആണല്ലോ, രണ്ടും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് രണ്ടിനെയും കട്ട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 6നെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ, 10ന്റെ കൂടെ കൊണ്ടുവരാമല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് താത്തിറക്കാം. -2x പ്ലസ് 3y ഈക്വൽ ടു ഇവിടെ ആരുണ്ട്? -10 അല്ലെ, -10. ഈ -6 ഇങ്ങ് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? +6 ആയിട്ട് മാറും. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആയതുകൊണ്ട് വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈന്. അതായത് ഇവിടെ 10 ആണല്ലോ വലുത്, അപ്പൊ 10ന്ന് 6 കുറയ്ക്കുക. 10ന്ന് 6 കുറയ്ക്കുമ്പോൾ 4, വലുതിന്റെ സൈൻ നെഗറ്റീവ് ആണ്, അപ്പൊ ഇവിടെ -4 എന്ന് കിട്ടും. അതായത് -2x പ്ലസ് 3y എന്ന് പറയുന്നത് -4 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ. അടുത്ത സെന്റൻസിൽ നമ്മൾ ഒറിജിനൽ റെക്റ്റാങ്കിൾ തന്നെയാണ് എടുക്കുന്നത്. ഈ ഒറിജിനൽ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എക്സ് ആണെങ്കിൽ ആ ലെങ്തിൽ നിന്നും ഒരു 2 സെന്റിമീറ്റർ കുറയ്ക്കുവാണ് ചെയ്യുന്നത്. 2 സെന്റിമീറ്റർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ കുറച്ചു, 2 സെന്റിമീറ്റർ ഭാഗവും കുറച്ചു. അപ്പൊ ഇനി പുതിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയേ ഉള്ളൂ? x-2 അല്ലേ, ഇത്രയും ഭാഗമേ ഉള്ളൂ അല്ലേ. ഇത്രയും ഭാഗം എന്ന് വെച്ചാൽ x-2 ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമേ ഉള്ളൂ അല്ലേ. അപ്പൊ പുതിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാണ്? x-2 ആണ്. ഒറിജിനൽ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് നമ്മൾ 3 മീറ്റർ കൂടെ കൂട്ടാൻ പോവാണ്. 3 മീറ്റർ എന്ന് പറയുന്നത് ഇത്രയും ഭാഗവും കൂടെ കൂട്ടി. അതായത് ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ കുറഞ്ഞു, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 3 മീറ്റർ കൂടി. അപ്പൊ നമ്മുടെ പുതിയ റെക്ടാങ്കിൾ ഇതാണല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? പുതിയ ഇക്വേഷൻ വേണം അല്ലെ. ലെങ്ത് 2 മീറ്റർ കുറഞ്ഞു, അപ്പൊ എങ്ങനെയാ? x-2. ബ്രെഡ്ത്ത് 3 മീറ്റർ കൂടി, അപ്പൊ നമ്മുടെ പുതിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് x-2 ആയിട്ട് കുറഞ്ഞു, ബ്രെഡ്ത്ത് y+3 ആയിട്ട് കൂടി. അങ്ങനെ കിട്ടിയപ്പോൾ നമുക്ക് അതിന്റെ ഏരിയ, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ റെക്ടാങ്കിളിനെക്കാട്ടിലും 30 കൂടുതൽ കിട്ടി. അപ്പൊ ഇവിടെ ഒന്നാമത് എന്തായിരുന്നു പറഞ്ഞത്? ലെങ്ത് 3 കൂടി, ബ്രെഡ്ത്ത് 2 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 10 കുറഞ്ഞു. ഇവിടോ ലെങ്ത് 2 മീറ്റർ കുറഞ്ഞു, ബ്രെഡ്ത്ത് 3 മീറ്റർ കൂടി. അങ്ങനെ കിട്ടിയപ്പോൾ ഒറിജിനൽ റെക്ടാങ്കിളിൽ നിന്നും പരപ്പളവ് എന്ത് ചെയ്തു? 30 കൂടെ കൂടി. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാമല്ലോ. അപ്പൊ ഇതിനെ അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x ഇൻറ്റു വൈ എക്സ് വൈ, അടുത്ത എന്താണ്? x ഇൻറ്റു 3 ആണല്ലേ, പ്ലസ് 3x, അടുത്ത -2 ഇൻറ്റു വൈ -2y, -2 ഇൻറ്റു +3 -6 ഈക്വൽ ടു xy പ്ലസ് 30 എന്ന് കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് xyയും xyയുടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുകൊണ്ട്? 3x - 2y എന്ന് പറയുന്നത്. ഈ -6നെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാമല്ലോ. അപ്പൊ അവിടെ ആരുണ്ട്? 30 ഉണ്ടല്ലേ. ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ +6 ആയിട്ട് മാറും. അതായത് 30 + 6 36. 3x - 2y ഈക്വൽ ടു 36. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. ലെങ്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിന്റെയും വൈയുടെയും വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെയും വൈയുടെയും വില കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ 2 ഇക്വേഷൻസ് എഴുതുമ്പോൾ ഒന്നെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റുകൾ രണ്ടും ഈക്വൽ ആവണം, അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റുകൾ രണ്ടും ഈക്വൽ ആവണം. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ കൂടെ കിടക്കുന്ന ഈ നമ്പർ അല്ലെ, അതാണ് അതിന്റെ കോഎഫിഷ്യന്റ്. വൈയുടെ കൂടെ കിടക്കുന്ന ഈ നമ്പർ ആണ് വൈയുടെ കോഎഫിഷ്യന്റ്. ഒന്നെങ്കിൽ ഈ 2 ഇക്വേഷനിലെ എക്സുകളുടെ കോഎഫിഷ്യന്റുകൾ ഈക്വൽ ആവണം, അല്ലെങ്കിൽ വൈകളുടെ കോഎഫിഷ്യന്റ് ഈക്വൽ ആവണം. ഏതെങ്കിലും കോഎഫിഷ്യന്റുകൾ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? നോക്കിയേ, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് -2ഉം 3യുമാണല്ലേ. ഒന്നാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് -2 ആണ്, രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. ഇവിടെ 2വിനെയും 3യെയും 6 ആക്കുന്നതിന് വേണ്ടി 2വിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 6 ആക്കും. അതേപോലെ തന്നെ 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തും 6 ആക്കും.
അടുത്തതായിട്ട് ഇക്വേഷൻ നമ്പർ 1നെയും 2നെയും നമ്മൾ മൊത്തത്തിൽ മാറ്റാൻ പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 1ലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -2 ആണല്ലേ, അതിനെ നമുക്ക് 6 ആക്കണം. അതിനായിട്ട് 3 കൊണ്ട് നമ്മൾ -2നെ മാത്രമല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഈ മൊത്തം ഇക്വേഷനെ എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഇക്വേഷനിലെ 3യെ നമ്മൾ 6 ആക്കാൻ എന്തുവായിരുന്നു ചെയ്തത്? 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ? 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. ഇവിടെയും എന്താണ്? 2 കൊണ്ട് നമ്മൾ ഈ മൊത്തം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 1നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 × 3 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. നോക്കിയേ, 3 × -2 എത്രയാണ്? -6 അല്ലേ? -6x പ്ലസ് 3 × 3 എത്രയാണ്? 9y ഈക്വൽ ടു 3 × -4 എത്രയാണ്? -12. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2നെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 2 കൊണ്ടാണ് അല്ലേ? അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 × 2 എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. 3യെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x എന്ന് കിട്ടും അല്ലേ? അടുത്ത എന്താണ്? 2 × 2 അല്ലേ? മൈനസ് ഉണ്ട് ഇവിടെ. 2 × 2 എത്രയാണ്? 4y ഈക്വൽ ടു 2 × 36. 2 × 36 എത്രയാണ്? 72. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇവിടെ നോക്കിയേ, ഈ രണ്ട് ഇക്വേഷനിലെയും എക്സിന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആയിട്ട് വന്നല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയത്. അപ്പൊ ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. അതായത് ഇവിടെ ഒരു മൈനസും പ്ലസും വന്നതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം കൂടെ നമുക്കൊന്ന് കൂട്ടാം. -6ഉം +6ഉം കൂടെ കൂട്ടുമ്പോൾ എന്താണ്? അത് രണ്ടും ക്യാൻസൽ ആയിപ്പോ അല്ലേ? ഇനി എന്താണ്? 9y - 4y. വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. 9ന്ന് 4 പോയെ 5. വലുതിന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് +5. 5y ഈക്വൽ ടു. ഇനി എന്താണ്? ഇവർ രണ്ടും കൂടെ കൂട്ടുക. ഇവിടെയും എന്താണ്? വലുതിന്ന് ചെറുത് കുറയ്ക്കുക. 72ന്ന് 12 കുറച്ചാൽ എത്രയാണ്? 2ന്ന് 2 പോകെ 0. 7ന്ന് 1 പോകെ 6 ആണല്ലേ? ഇനി വലുതിന്റെ സൈൻ ഇവിടെയും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ +60 ആണ്. അതായത് y ഈക്വൽ ടു എന്ത് കിട്ടി? y ഈക്വൽ ടു 60 / 5 എന്ന് കിട്ടും അല്ലേ? 60 / 5 എത്രയാണ്? 12 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ y ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ ഈ രണ്ട് ഇക്വേഷനിലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് ഈ വൈയുടെ വാല്യൂ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് -2x പ്ലസ് 3 × y എന്നാണ് അല്ലേ? 3 × y എന്ന് പറഞ്ഞാൽ 12. വൈയുടെ വാല്യൂ എന്താണ്? 12 ഈക്വൽ ടു -4 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ -2x പ്ലസ് 12 × 3 എത്രയാണ്? 36 ആണ് അല്ലേ? 36 ഈക്വൽ ടു -4. അതായത് -2x ഈക്വൽ ടു ഈ 36നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അതായത് -4 ഇതിങ്ങ് ഇപ്പുറത്ത് വരുമ്പോൾ -36 എന്ന് വരും. ഇവിടെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് നമ്പേഴ്സിനെയും കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കും അല്ലേ? 36ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 40. അപ്പം നെഗറ്റീവ് സൈൻ കൊടുക്കുമ്പോൾ -40. അപ്പം 2x എന്ന് പറയുന്നത് എന്ത് കിട്ടി? -40 എന്ന് കിട്ടി. അതായത് -2x എന്ന് പറഞ്ഞാൽ -40 എന്ന് കിട്ടും. ഇനി നോക്കിയേ, രണ്ട് സൈഡിലും മൈനസ് ഉണ്ടല്ലേ? അപ്പം നമുക്ക് ഈ രണ്ട് മൈനസിനെയും ക്യാൻസൽ ചെയ്യാമല്ലോ. അതുപോലെ x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 40. ഇതിങ്ങ് ഇപ്പുറത്ത് വരും /2. എത്രയാണ്? 20. അപ്പോൾ വൈയുടെ വില 12 എന്നും എക്സിന്റെ വില 20 എന്നും കിട്ടി. നമ്മുടെ ഒറിജിനൽ റെക്റ്റാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും നീളവും വീതിയും 20 മീറ്റർ എന്നും 12 മീറ്റർ എന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ എക്സസൈസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്